അപ്പൊ ഞാൻ ചോദിച്ചു, പോകുന്ന വഴി എന്റെ വീടിന്റെ അവിടെ കൂടി ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു പിന്നെന്താ, ഒരു ബുദ്ധിമുട്ടുമില്ല, ശബരിമലയ്ക്ക് പോകുമ്പോൾ അത് കാണിച്ചേക്കാന്ന് പറഞ്ഞു. എന്റെ പൂജാമുറി കൊണ്ടുവന്നു, ജസ്റ്റ് അവിടെ വെച്ചു, ഒന്ന് പൂജിച്ചു. തിരിച്ചവരൊരു മാരുതി കാറിലാണ് വന്നിരുന്നത്, ഒരു ഒമിനി വാൻ, അതിലവർ കൊണ്ടുപോവുകയും ചെയ്തു. ജയറാമിന്റെ ഈ വാദം ദുർബലപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത്. ജയറാം പറയുന്നത് പോലെ 15 മിനിറ്റത്തേക്ക് മാത്രം ഒരു ഓമ്നി വാനിൽ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ വീട്ടിൽ വെച്ച് ഒന്ന് പൂജിച്ചു കൊണ്ടുപോയതാണെങ്കിൽ ഇങ്ങനെ അടുക്കി ഇങ്ങനെ വിശദമായ അലങ്കാരങ്ങളോടെ അവിടെ വെക്കാൻ, പൂജ നടത്താൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. ഈ കാണുന്നതാണ് ജയറാമിന്റെ പൂജാമുറി. ഈ പൂജാമുറിയിൽ ഗുരുവായൂരപ്പന്റെ വിഗ്രഹമുണ്ട്. അതിന്റെ 2 വശത്തായിട്ട് ഈ വെച്ചിരിക്കുന്നതാണ് ശബരിമലയിൽ കൊണ്ടുപോകാനുള്ള സ്വർണം പൂശിയ ദ്വാരപാലക പാളികൾ. അത് ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ എങ്ങനെയാണോ അണിയിക്കുന്നത് അതേ മാതൃകയിൽ തന്നെയാണ് അടുക്കി ജയറാമിന്റെ പൂജാമുറിയിലും വെച്ചിരിക്കുന്നത്. വിശാലമായ ഒരു പൂജ, ഒരു ദിവസത്തെ പൂജ അവിടെ നടന്നിരിക്കാം എന്ന് തെളിയിക്കുന്നതാണ് ഈ ചിത്രങ്ങൾ. മാത്രമല്ല കൂടുതൽ ചിത്രങ്ങൾ ജയറാമിന്റെ വീട്ടിൽ ആ ദിവസം എടുത്ത ചിത്രങ്ങളാണിത്. ഇത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി, ഇത് സംഗീതജ്ഞനായ ഗംഗൈ അമരൻ, രണ്ടുപേരും ആ പൂജാ ദിവസം അദ്ദേഹത്തോടൊപ്പം അതേ വീട്ടിൽ നിന്ന് അതേ സമയത്ത് എടുത്ത ചിത്രമാണ്. അപ്പോൾ കൃത്യമായി ജയറാമിന്റെ വീട്ടിൽ കവചങ്ങൾ കൊണ്ടുവരും എന്ന് നേരത്തെയുള്ള തീരുമാനമുണ്ടായിരുന്നു. ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ദേവസ്വം വിജിലൻസ് നടത്തുകയാണ്.